അധികാരത്തിലെത്തിയാൽ PMC അങ്ങ് അറബിക്കടലിലെറിയും. KM ഷാജിയുടെ ആ പരാമർശം അന്ന് അണികൾക്കൊക്കെ ആവേശമായിരുന്നു. അതേ KM ഷാജി മന്ത്രിയായപ്പോൾ ആ നിലപാടൊക്കെ പെട്ടെന്ന് ആവിയായി പോയി. പക്ഷെ ആ പഴയ ഡയലോഗ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്നോടുകയാണ്. ഇന്നും KM ഷാജിയോട് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ആവർത്തിച്ചു. നിലപാടിൽ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ട് എന്നായിരുന്നു മറുപടി. അന്നത്തെ ക്ലാരിറ്റി ഇന്നുണ്ടോ? അന്നത്തെയും ഇന്നത്തെയും പ്രതികരണങ്ങൾ കാണാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര? ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ല സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം. സബ് കമ്മിറ്റി അവിടെയല്ലേ ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒച്ചത്ത് ചോദിച്ചാൽ ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ? നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ നേരത്തെ തന്നെ ഇറങ്ങിപ്പോയത് നന്നായി. ഒന്നും അല്ലെങ്കിൽ BJP ഭരണകാലത്താണ് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്ന് ആശ്വാസിക്കാമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇറങ്ങിപ്പോയി എന്നൊരു ചീത്തപ്പേര് കൂടി അവർക്കുണ്ടായേനെ.